ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ കുറേ ദിവസമായി FC ബാഴ്സലോണ റോഡ്രിയുടെ ഡീൽ പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഒടുവിൽ അത് ഫലം കണ്ടിട്ടുണ്ട്. റോഡ്രിയെ ബാഴ്സ സ്വന്തമാക്കി കഴിഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റിയുമായി അവരിപ്പോൾ അഗ്രിമെന്റിൽ എത്തി എന്നുള്ളത് ഒട്ടുമിക്ക മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആകെ 76.5 മില്യൺ യൂറോയാണ് ഈ താരത്തിന് വേണ്ടി FC ബാഴ്സലോണ ചിലവഴിക്കുന്നത്. ആഡ് ഓൺസ് അടക്കമുള്ള ഒരു തുകയാണ് ഇത്. ഫിക്സഡ് ഫീ ആയിക്കൊണ്ട് 60 മില്യൺ യൂറോയാണ് ബാഴ്സ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകുന്നത്. കൂടാതെ 16.5 മില്യൺ യൂറോ ആഡ് ഓൺസും ലഭിക്കുന്നുണ്ട്. അങ്ങനെ സിറ്റിക്ക് ആകെ 76.5 മില്യൺ യൂറോയാണ് ഈ ഡീലിൽ ലഭിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 75 മില്യൺ യൂറോ എങ്കിലും ലഭിക്കണം എന്നുള്ളതായിരുന്നു സിറ്റിയുടെ നിലപാട്. അത് വാങ്ങിയെടുക്കാൻ അവർക്കിപ്പോൾ സാധിച്ചു. അങ്ങനെയാണ് റോഡ്രിയെ അവരിപ്പോൾ ബാഴ്സക്ക് കൈമാറുന്നത്. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി ഇനി മധ്യനിരയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുകൂടി ബെൻ ജാക്കബ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മധ്യനിരയിലേക്ക് സിറ്റി ഇനി കൂടുതൽ താരങ്ങളെ എത്തിക്കും എന്നാണ് ബെൻ ജാക്കബ്സ് പറഞ്ഞിട്ടുള്ളത്. റോഡ്രി ഇപ്പോൾ ബാഴ്സക്ക് സ്വന്തമായി കഴിഞ്ഞു. ഇതോടൊപ്പം മറ്റൊരു റൂമർ കൂടി ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആഴ്സണലിന്റെ സ്ട്രൈക്കറായ വിക്ടർ ഗ്യോക്കേറസിനെ സ്വന്തമാക്കാൻ FC ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, വരും മണിക്കൂറുകളിൽ അവർ ഈ സ്ട്രൈക്കർക്ക് വേണ്ടി ശ്രമിക്കും എന്ന ഒരു റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഹൊസെ അൽവാരസ് എന്ന ഒരു സ്പാനിഷ് മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ബാഴ്സക്ക് ഒരു സ്ട്രൈക്കറെ എന്തായാലും നിർബന്ധമാണ്. 2 സ്ട്രൈക്കർമാരെ ലഭിക്കുകയാണെങ്കിൽ അത് അത്രയും പോസിറ്റീവായ ഒരു കാര്യം. കാരണം ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 സ്ട്രൈക്കർമാരെങ്കിലും ബാഴ്സക്ക് ഇപ്പോൾ ആവശ്യമാണ്. ഊലിയൻ ആൽവരസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് ഫലം കണ്ടിട്ടില്ല. ഫെറാൻ ടോറസിന്റെ സ്ഥാനത്തേക്ക് ഗ്യോക്കേറസിനെ കൊണ്ടുവരാൻ FC ബാഴ്സലോണക്കും ഡെക്കോക്കും താല്പര്യമുണ്ട്. അവർ ശ്രമങ്ങൾ നടത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആഴ്സണൽ ഈ താരത്തെ കൈവിടുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നേരത്തെ സ്പോർട്ടിങ്ങിൽ ഗ്യോക്കേറസ് കളിക്കുന്ന സമയത്ത് ബാഴ്സ ഇദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ പിന്നീട് അത് ഫലം കണ്ടില്ല. അദ്ദേഹം ഗണ്ണേഴ്സിലേക്ക് പോയി. കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ 14 ഗോളുകൾ ഗ്യോക്കേറസ് നേടിയിരുന്നു. ഏതായാലും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബാഴ്സക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.